ഒരു പെണ്ണ് വന്നാണ്ട് ഇന്നെ മറ്റോൻ പീഡിപ്പിച്ചു മറിച്ചോൻ നാളെ ചിലപ്പോൾ എഞ്ച പേരിൽ വരും ആ കുഞ്ഞാന്നെ പീഡിപ്പിച്ചിട്ടാണ് തെളിയിച്ചിട്ടൊന്നുമില്ലല്ലോ. മയൂരി മയൂരി എവിടെ പോയാലും മയൂരിയാണ്. ഇതാരോ ഒരാളൊന്ന് സ്പീഡ് കൂട്ടി, ഒരിത്തിരി സ്പീഡ് കൂട്ടിയപ്പോൾ അത് പിന്നെ വേറെ വാക്കായി അതായി അതിലങ്ങോട്ട് തുടങ്ങി പൊങ്കാല. കമന്റ് കാണുമ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ട് എന്നല്ല, ഞാനിപ്പോൾ അതൊന്നും ഇതാകില്ല. കാരണം എന്തിട്ടാലും തെറിയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ തെറി കമന്റ് വരുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് എടുത്ത് നോക്ക്, സഖാക്കന്മാരാക്കാരം. കുറച്ച് തലക്ക് വെളിവില്ലോനാണെങ്കിൽ അങ്ങനെ ചെയ്യും. ചെറിയ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഓർക്കൊന്നും കുടുംബവും കൂട്ടക്കാരില്ലാത്തവരാണ് ഇജാതി പണിക്കുന്നത്. അടിക്കാനൊക്കെ തോന്നിയിട്ടുണ്ടോ? അടിയാണ്, ചെറിയ അടിക്കൊന്നും താല്പര്യമില്ല. കണ്ണും മോറും നോക്കിയാണ്ട് ഒറ്റ അയിമ ബുക്ക. തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭാഷ അല്ലേ തിരുവനന്തപുരം, ഇന്ദ്ര അപ്പി അങ്ങനത്തെ പല പല ഭാഷകളും ഇല്ലേ. ഓരോ ജില്ലക്കും ഓരോ ഭാഷ ഉണ്ട്. അതിൽ പട്ടന്നെയാണ് മലപ്പുറം. അത് മലപ്പുറത്തെ ഏത് ആൾക്കാർ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു, അത് മലപ്പുറം ഭാഷ തന്നെയാണ്. ഞാൻ പറയണെന്താ പറയുക, കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങൂല. ഇതേമാതിരി മുന്നോട്ട് പോകും. 7 കൊല്ലായി ഞാൻ ഈ സാധനം കജ്ജ് പിടിച്ചുകാണ്ട് വീഡിയോ ചെയ്ത് നടക്കണമെങ്കിൽ. ഇങ്ങനെയൊക്കെ പ്രതികരിച്ചാൽ പ്രശ്നമാവും, ഇമേജ് പോവും, അങ്ങനെയൊന്നുമില്ല. എന്ത് ഇമേജാണ്? നമ്മൾ താഴെ തട്ടുന്ന് വന്നതാണ് പൊന്നുമാനെ, അല്ലാതെ നമ്മൾ മേലെ തട്ടുന്ന് വന്നൊന്നുമല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സീതയാണെങ്കിൽ സ്ട്രൈറ്റ് ആണെങ്കിൽ നമ്മളൊരു മനുഷ്യരൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഇങ്ങനെ കിത വളഞ്ഞുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കും ചെയ്യും, ഒരു സംശയമല്ല. എൻ്റെ മാണിക്യക്കല്ലുകളെ എന്ന ഒറ്റ വിളിയിൽ സ്നേഹവും നിഷ്കളങ്കതയും ഒക്കെ നിറയ്ക്കുന്ന യൂട്യൂബറായ കുഞ്ഞൻ പാണ്ടിക്കാടാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. നമസ്കാരം. നമസ്കാരം. നല്ലതായിട്ട് ഇപ്പൊ അല്ലേ എല്ലാ സ്ഥലത്തൊന്നും വരുന്നുണ്ട് അല്ല, എല്ലാന്നല്ല, ഏതിട്ടാലും പിന്നെ ഫുള്ള് തെറിയ, പച്ചത്തെറിയാണ്. എന്ത് വീടിട്ടാലും പച്ചത്തെറിയ. അതിനിപ്പോൾ ഒരു പോസ്റ്റ് ഇടാണ്, ഇനി ആരെങ്കിലും മരിച്ചിക്കണ് കയറാണ്ട് ഒരു പോസ്റ്റ് ഇടൂലേ, അതിൽ വരെ തെറിയാണ്. അതെന്താണ് ഇത്രയധികം ഈ മോശം വരാൻ ഇപ്പം കാരണം എന്താ അറിയില്ല പൊന്നാരമാനെ. അതേപോലെ നമ്മളിപ്പോൾ ഒരു കുട്ടീൻ്റെ ബർത്ത്ഡേ വിഷസൊക്കെ ഇട്ടുണ്ട്, നിൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് വിഷ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് വരെ ചങ്ങായിയ പച്ചത്തെറിയാണ്. എന്ത് പറ്റി അറിയില്ല മുത്തേച്ച, അറിയില്ല, ഒന്നും അറിയില്ല. നല്ലൊരു കാരണം ഉണ്ടാവില്ല. 2-3 വർഷം മുമ്പ് കുഞ്ഞൻ പാണ്ടിക്കാട് ഒരു വീഡിയോ ഇടുമ്പോൾ ഇപ്പോൾ എന്ത് അമ്മയ്ക്കായിട്ടുള്ള വീഡിയോ ഇടുന്ന സമയത്ത് സ്നേഹവും മാണിക്കക്കല്ല് എന്നുള്ളത് ഞങ്ങളുടെ മാണിക്കക്കല്ലാണെന്ന് പറയുക കമന്റ്സ് ഒക്കെ. ഇപ്പൊ എന്താ പറ്റിയത്? എന്താ ഇപ്പൊ മാത്രം പ്രശ്നം? അള്ളാഹു വരും. പക്ഷെ നമ്മളെ എവിടെ ചെന്ന് കഴിഞ്ഞാലും, ഏത് ഭൂലോകത്ത് ചെന്ന് കഴിഞ്ഞാലും നമ്മളേക്ക് ആൾക്കാർ ഓടി വരും ചെയ്യും, കെട്ടിപ്പിടിച്ചും ചെയ്യും, വർത്താനം പറയും ചെയ്യും. അപ്പൊ നമ്മളെന്നാ പറയും, ഇപ്പൊ ഞാനും എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പോവുകയാണെങ്കിൽ, അല്ല പെണ്ണെ അപ്പൊ ആരാണ് നമുക്ക് ഈ തെറി ഇടുന്നത് ചോദിച്ചു. അപ്പോൾ ഓള് പറയും, അത് ഈ തെറി എഴുതുന്നോളെ നമ്മൾ വന്നിട്ട് ഫോട്ടോ എടുക്കുകയും ചെയ്യും പറയും. എന്താണ് ഇത്ര ദേഷ്യം, എന്താ വിദ്വേഷം? ഇല്ല കാര്യം മൂത്ത് നോക്കി പറയും. അത് ഞാൻ രാഷ്ട്രീയം നോക്കലില്ല, മതവും നോക്കലില്ല, ഒന്നും നോക്കലേ. നമ്മൾ ആരുടെയും ഭാഗത്തിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിന് പ്രതികരിച്ച് വീഡിയോ ഇടും. അത് ജനങ്ങൾക്ക് പറ്റൂല. അപ്പം നമ്മൾ തെറി പറയല്ല, വേറെ എന്താ കാട്ടുന്നത്, ഏത് വീഡിയോ ഇട്ടാലും. പിന്നെ പറഞ്ഞാൽ നമ്മളെ ഈ മലപ്പുറത്തൊരു പ്രശ്നമുണ്ട്. ഈ പെണ്ണുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പെരൻ്റെ ഉള്ളിൽ അടങ്ങി കുത്തിരിക്കണം, ഓലൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല, ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ പറ്റൂല. അങ്ങനെ പെണ്ണുങ്ങളേറ്റ് നമ്മൾ എന്താട്ടി വീഡിയോ കാര്യങ്ങളും ചെയ്തു തുടങ്ങിയപ്പോൾ നല്ല തെറി കൂടി. ആദ്യം നമ്മൾ ഒറ്റക്ക് ചെയ്തപ്പോൾ അല്ലാതെ ഇജാതി തെറിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ പെണ്ണുങ്ങൾക്കും നല്ല തെറിയാ. ഈ ഭാര്യ ഉണ്ട്, പെൺകുട്ടികളുണ്ട്, അവരൊക്കെ അത് കാണുന്നുണ്ട്. അവർക്ക് അപ്പൊ അവരെങ്ങനെ വിഷമം നേരിടണേ? ഇപ്പം ഇങ്ങോട്ട് ചീലായി. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇഞ്ചെ ചെറിയൊരു ഐറി ഉണ്ട്, അതേപോലെ പിന്നെ 2 മക്കൾ വേറെ ഉണ്ട്, ഓൽക്കുണ്ട് ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അയിറ്റാക്കൊക്കെ തെറി ഉണ്ടാവും. അപ്പോൾ അതേപോലെ ഞാനൊരു വീഡിയോ ഇട്ടു, ചെറിയ കുട്ടികളല്ലേ ചങ്ങായിമാരെ, അയിറ്റാൾ എന്തിനാ ഈ തെറി പറയണേ, അയിറ്റാളെ പാട്ടും കാര്യങ്ങളും പുറത്ത് കാണിച്ചാൽ വേണ്ടിയാണ്ട് നമ്മൾ അയിറ്റാക്കിന് പേജ് ഉണ്ടാക്കി കൊടുത്താണ്. അതിൻ്റെ അടിയിലൊക്കെ വന്നാണ്ട് 4 വയസ്സായ കുട്ടിക്കാളിലൊജ്ജ് പിന്നെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഉണ്ടാക്കി കൊടുക്കണം. എന്താ അപ്പോൾ എത്ര കുട്ടികളുണ്ട് നമ്മൾ ഈ നാട്ടിൽ, ഒരുപാട് കുട്ടികളുണ്ട്. ഓരൊക്കെ അതേപോലെ പിന്നെ വീഡിയോ ചെയ്യണമല്ലേ. അപ്പോൾ ഞമ്മക്കിടുമ്പോൾ പ്രത്യേകിച്ച് കൂടും. കുട്ടികൾ വന്നിട്ട് ചോദിക്കാറുണ്ട് എന്തിപ്പോൾ ഇങ്ങനെ ആളുകൾ. അല്ല, ഞാൻ കുട്ടികളല്ലത് മെയിൻ, ഒക്കെ നമ്മൾ തന്നെയാണ്. ഐറ്റാക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചാണ്ട് ഇതാക്കണമൊന്നും അറിയില്ല. ഐറ്റാൾ വല്ല നടക്കണതോ വല്ല സ്ലോമോ അത് വല്ല പാട്ടോ കാര്യങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്താണ്ട് വിടും. ഈ പണ്ട് ഈ പറഞ്ഞ പോലെ ചില പാർട്ടികളോടൊക്കെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പോയോ? ഇപ്പോൾ ഒരു പാർട്ടിനോട് ഒരു ഇഷ്ടമല്ല. കാരണം അല്ല, നമ്മളെന്താ പറയുക, പാർട്ടിപരമായിട്ടൊന്നുമില്ല. കാരണം ഇപ്പം നമുക്ക് എല്ലാവരും ആണെന്നുള്ളൊരു ചിന്ത ഉണ്ടായതുകൊണ്ട്. മറ്റേതാണ് നമ്മളൊരു പാർട്ടിക്കാരനായിക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് BJP-ക്കാരാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും എല്ലാവരേറ്റും നമ്മൾ എന്താട്ടും ഒക്കെ അതിലൊക്കെ നമുക്ക് തുണക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ ഈ പാർട്ടിൻ്റെ പേരും പറയാണ്ട് എന്തിനാണ് വെറുതെ ഇതാക്കുന്നത്, ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ പാർട്ടിയും കാര്യങ്ങളും. പക്ഷേ ഏറ്റവും കൂടുതൽ തെറിക്കമൻറ്റ് വരുന്നത് എൻ്റെ ഫേസ്ബുക്ക് പേജ് നിർത്തി നോക്കുന്നത് സഖാക്കന്മാരാക്കാരം. ഓരോ പ്രൊഫൈൽ നോക്കിയാൽ മതി, തെളിവ് സഹിതം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ, മിഞ്ഞാന്നിട്ട വീഡിയോ, അതിൻ്റെ ഒക്കെ പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് നോക്കാം.
സഖാക്കന്മാരാക്കാരം മാനസികമായിട്ടാണ് തളർത്തുക. പക്ഷെ ഞാൻ പറയണത് അറിയാം, കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങൂല. ഇതേമാതിരി മുന്നോട്ട് പോകും. 7 കൊല്ലമായി ഞാൻ ഈ സാധനം കജ്ജ് പിടിച്ചുകാണ്ട് വീഡിയോ ചെയ്ത് നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ തളർന്നിട്ടില്ല. ഇനി അങ്ങോട്ട് തളരുമില്ല. പണ്ടൊരു സഖാവായിരുന്നില്ലേ? ആയിരുന്നു. എന്താ നിർത്തിയത്? അല്ല, പിന്നെ എന്നാ പാർട്ടിനോടും ഇതിനോടും നമുക്ക് താല്പര്യമില്ല, ഒരു പാർട്ടിക്കാരോടും താല്പര്യമല്ല. പക്ഷെ എന്നാലോ എല്ലാ പാർട്ടിക്കാരും വലിയ വലിയ നേതാക്കന്മാരായിട്ടൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് ബന്ധമുണ്ട്. പക്ഷെ എല്ലാ നേതാക്കന്മാർക്കും ഞാൻ വീഡിയോസ് ഇട്ടും കിട്ടും. അതുണ്ട്. ഇപ്പം ഇനി കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും മറ്റേ ഓരപ്പൊക്കെ ഞാൻ വീഡിയോ ഇട്ടിക്കണം. എന്റെ പേജിലുണ്ടല്ലേ. എന്ത് ആരും പേടിയില്ലാത്ത എന്താ? പേടിയാണ് നമുക്ക് പേടി. നമ്മള് തെറ്റുണ്ടെങ്കിലുള്ള നമ്മൾ പേടിച്ചിട്ടുണ്ട്. നമ്മൾ തെറ്റ് ചെയ്യാത്ത പക്ഷെ ഒരു വാപ്പാനും നമുക്ക് പേടിച്ചണ്ട. ശരിയാണോ അല്ലേ? ശരിയാണ്. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് നമ്മൾ ജനങ്ങളൊക്കെ പേടിച്ചേണ്ടി വരും. തെറ്റ് ചെയ്യാതെ ഈ ഇരിക്കണ അന്നെ വരച്ച് പേടിച്ചണോ? പേടിച്ചണ്ട. അതേപോലെ ഇജ്ജ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ആർക്കാരെങ്കിലും പേടിച്ചേണ്ട ആവശ്യമുണ്ടോ? ഒരാളെയും പേടിച്ചേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ട്രെയിറ്റ് ആയാൽ മതി. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ അല്ലുവഞ്ച് വന്നപ്പോ എയർപോർട്ടിൽ പോയിണ്ടായിരുന്നില്ലേ? അവിടെ തോക്കൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ചുറ്റോറും തോക്ക് അവരോടൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അതിനൊക്കെയുള്ള ധൈര്യം ഞാൻ ചോദിക്കുന്നു. അത് നമ്മള് ഇനിയിപ്പോൾ നടന്മാരാണെങ്കിലും രാഷ്ട്രീയക്കാരെ ഞാൻ നൊയഞ്ഞാണ്ട് എങ്ങനെയും കയറിയാണ്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കാനുള്ള വജ്ജ് നോക്കും. അതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ പോലീസുമാർ പറഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല പയ്യാറു, പിന്നെ പുറത്ത് പോകണം പറഞ്ഞു. ഞാൻ പറഞ്ഞു വരായനാ ഇസ്കാ ബാർ നെയ് ജായക കസംസെ അറാണ്ട് ആ വീഡിയോ ഇട്ടിരുന്നു. അതാരോ ഇപ്പോൾ കട്ട് ചെയ്താണ്ട് ട്രോൾ ചെയ്യാണ്ട് വിട്ടുകണം. ആലോചന കണ്ടോ? കണ്ടു ടാറ്റ കാട്ടി തന്നു. അതേമാതിരി മറ്റേ നടി ഉണ്ടല്ലോ ഓ, അതിനെ വിളിച്ച് മാണിക്കല്ലേ വിളിച്ചേക്ക് ഒരു കിസ്സും തന്നു. വല്ലാത്ത ജാതി കിസ്സായി. ഞാനിത് തുടങ്ങിയ അന്ന് മുതൽ വല്യമ്മണ്ട്, പാവം മരിച്ചുട്ടോ. പഴയ കാലത്ത് ടിക്ടോക്ക് ചെയ്യുന്നു. ഈ ടിക്ടോക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്യമ്മാനെ വെച്ച് കണ്ടിരുന്നു ഞാൻ വീഡിയോ ഇട്ടിരുന്നത്. അപ്പൊ വല്യമ്മ സുഖമില്ലാത്ത കുറച്ച് ചഞ്ഞക്കല്ലേ ആ കൂട്ടത്തിൽ പെട്ട ഒരാളായിരുന്നു. അങ്ങനെ വല്യമ്മ പല പല കാര്യങ്ങളും പറയും. ഞാൻ അതൊന്നും കട്ട് ചെയ്യാതെ കൂടും. അങ്ങനെ വല്യമ്മാനെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. ആ കൂട്ടത്തിൽ നമ്മളീ ഭയങ്കര ഇതായി. അങ്ങനെ നമ്മളെ വീഡിയോസൊക്കെ ഭയങ്കര റീച്ച് കാര്യങ്ങളായി. പക്ഷെ ഞാൻ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട് വെറും 4 കൊല്ലമായിട്ടുള്ളൂ. അതിന്റെ മുന്നേ വെറും മറ്റേതായിരുന്നു ഇത് ടിക്ടോക്ക്. അതുപോലെയൊക്കെ ടിക്ടോക്കിൽ ചെയ്തിരുന്നു. പിന്നെ ഇഷ്ടം പോലെ ഒരുപാട്. അന്നും ഞമ്മക്കെന്താ അറിയോ, ഈ നടന്മാരും നടിമാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓരൊക്കെ പോയാണ്ട് ഞാൻ വെറുതെ ഞാൻ ഫോട്ടോ എടുക്കൂലായിരുന്നു. ഞാൻ മാക്സിമം ക്യാമറ ഓൺ ആക്കിയാണ്ട് വീഡിയോ ആക്കാനുള്ള ഞാൻ നോക്കുക. എന്നിട്ട് അത് എടുത്താണ്ട് കൂടും, വോയിസ് ഓവർ കൊടുത്താണ്ട്. ഇപ്പൊ നടന്മാരുടെ നടിമാരുടെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോഴേ അപ്പം അവര് നമ്മളെ ഇപ്പൊ എല്ലാവർക്കും നമ്മളോട് അങ്ങനെ നമ്മളെ ചേർന്ന് നിൽക്കാനോ അല്ലെങ്കിൽ കൂടെ നിർത്താനൊക്കെ അത്ര അങ്ങോട്ട് ആഗ്രഹം ഉണ്ടാവണമെന്നില്ലേ? അപ്പൊ അങ്ങനെ അവരെന്തെങ്കിലും രീതിയിൽ ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ അവര് ഇതാക്കോ? ആ വീഡിയോ അങ്ങനെ ഇട്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ അങ്ങനത്തെ ഇല്ല. പിന്നെ ആകെല്ലത് നമ്മള് സിദ്ദീഖാക്കാന്റെ വീഡിയോ ഉണ്ടല്ലോ, അയാളത് മാത്രമേ ഉള്ളൂ ഞാൻ വരെ അറിയാതെ എയറിൻ്റെ അപ്പുറം പോയത്. പക്ഷെ ആ വീഡിയോ എന്താ അറിയോ, സിദ്ദീഖാക്കാക്ക് നല്ല പേരും കിട്ടി, ഇച്ചാണ് ഫുള്ള് നെഗറ്റീവ് വന്നത്. കാരണം ഒരു ദിവസം 5 മില്യനാണ് ആ വീഡിയോ ഓടിയത്, 2-ാം ദിവസം 8 മില്യൺ നിന്നു. പക്ഷെ സിദ്ദീഖാക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് തുള്ളിച്ചാടിയിട്ട് ഒരു വീഡിയോ ചെയ്തത് ഇപ്പൊ ശരിയാന്ന് തോന്നുന്നുണ്ടോ? എന്ത് അല്ല, അത് നമ്മൾ വെറുതെ ഒന്ന് ഇട്ടതാണത്. അല്ലാതെ നമുക്ക് അയാളായിട്ട് വ്യക്തിപരമായിട്ട് ഒരു ഈറിയ കാര്യങ്ങളല്ലോ ഞാൻ പറഞ്ഞത്. പിന്നെ അയാളെ സപ്പോർട്ട് ചെയ്തോണ്ട് ഞാൻ വീഡിയോ ഇട്ടിക്കണ്. കാരണം മൂപ്പരെ പിന്നെ പെണ്ണ് കേസ് മറ്റേത് പറഞ്ഞിട്ട് ഇതാക്കിയല്ലോ. അപ്പൊ ഞാൻ തെളിയിച്ചിട്ടൊന്നുമില്ലല്ലോ. തെളിയിച്ചാതെ ചങ്ങായിമാരെ നിങ്ങൾ എന്തിനാ അയാളെ പിടിച്ചാനും ഇതാക്കാനും നടക്കണ പറഞ്ഞിട്ട് ഒരു പെണ്ണ് വന്നാണ്ട് ഇന്നെ മറ്റോൻ പീഡിപ്പിച്ചു മറിച്ചോൻ നാളെ ചിലപ്പോൾ എന്റെ പേരിൽ വരും ആ കുഞ്ഞാന്നെ പീഡിപ്പിച്ചിട്ട് ഒന്നും വിഷയമല്ല. എല്ലാവർക്കും അറിയണത് കുഞ്ഞെന്നുള്ള പേരിലല്ല. ശരിക്കുള്ള പേരിൽ ഇപ്പൊ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? ഒരാളും വിളിച്ചിട്ടില്ല, ഇതുവരെ വിളിച്ചിട്ടില്ല. ശരിക്കുള്ള പേരെന്താ? അഫ്സൽ, മുഹമ്മദ് അഫ്സൽ. ഈ മുഹമ്മദ് അഫ്സൽ എന്നുള്ള പേര് എപ്പോ തൊട്ടായി വിളിക്കാതെ കുഞ്ഞെന്നുള്ളത് എല്ലാവർക്കും? അല്ല, നമ്മുടെ നാട്ടിലേ ഇപ്പൊ ഈ മലപ്പുറം ഭാഗത്ത് പ്രത്യേകിച്ച് നമ്മളെ ഭാഗത്തൊക്കെ പാണ്ടിക്കാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ ആ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഓമന പേര് കുറച്ചുണ്ട്. ഞാൻ പറഞ്ഞേട്ടെ, കുഞ്ഞാപ്പൂ, ചെറിയാപ്പൂ, മാനിപ്പ, അതേപോലെ കുഞ്ഞാനി, കുഞ്ഞാണി, മുത്തു, അങ്ങനത്തെ പല 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 ഓമന പേരുകളും ഉണ്ട്. കുഞ്ഞിന്റെ ഒരു മെയിൻ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സ്ലാങ്, മലപ്പുറം സ്ലാങ് ഉണ്ടല്ലോ, അതന്നെയാണ്. അത് ആളുകൾക്ക് ഇഷ്ടാവണില്ലേ? അതാണ് ആ ചോദ്യം പറഞ്ഞ ഭയങ്കര കാര്യമാണ്. അതാ ഇത് മലപ്പുറം ജില്ലത്തെ ഭാഷ അല്ല, അതാണ് പറയുന്നത് ആൾക്കാർ. ഇത് മലപ്പുറത്തെ ഭാഷ അല്ല, ഇജ്ജായിട്ട് പിന്നെ പടച്ചുണ്ടാക്കിയ ഭാഷയാണ്. പൊന്നാര മാനേജ് ഒന്ന് മലപ്പുറത്തേക്ക് വന്ന് നോക്ക്. ഇതുവരെ മലപ്പുറത്ത് ആരെങ്കിലും പരിചയം ആ കജ്ജക്കിക്ക അല്ലെങ്കിൽ ഇവിടെ ഒരു കുജുത്തിക്ക, ആ പജ്ജനൊന്ന് കെട്ടിക്ക, ആ നെജ്ജും കെട്ടെടുത്ത
അങ്ങനെയുള്ള പറയാം. അല്ലാതെ ആ കൈ കഴുകൂ, നെയ്യ് എടുക്കൂ, അങ്ങനൊന്നും പറയണേ ഞാൻ അതുവരെ കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ അച്ചടി മലയാളം പറയുന്നത്. കൈ എടുക്കും. ആ കാസർഗോഡിന് ഒരു ഭാഷ അല്ലേ, തൃശ്ശൂരിന് ഒരു ഭാഷ അല്ലേ, തിരുവനന്തപുരത്തിന് ഒരു ഭാഷ അല്ലേ, തിരുവനന്തപുരം ഇന്ദ്രപ്പി, അങ്ങനത്തെ പല പല ഭാഷകളും ഇല്ലേ. ഓരോ ജില്ലക്കും ഓരോ ഭാഷ ഉണ്ട്. അതിൽ പട്ടന്നെയാണ് മലപ്പുറം. അത് മലപ്പുറത്തെ ഏത് ആൾക്കാർ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു, അത് മലപ്പുറം ഭാഷ തന്നെയാണ്. എപ്പോഴെങ്കിലും വീഡിയോയിൽ ഇങ്ങനെ അച്ചടി ഭാഷ നേരത്തെ പറഞ്ഞില്ലേ, കൈ എവിടെ വെക്കൂ, നെയ്യ് ഇവിടെ ഇല്ല, ഞാൻ സംസാരിച്ച് ഇന്നോട് പറയും. പിന്നെ ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻസ് അല്ലേ ചെയ്ത്. അപ്പോൾ പറയും റിക്കമെൻഡ് ഉണ്ടാവും. പിന്നെ അല്ല കുഞ്ഞാനെ, എൻ്റെ സ്ലേങ് എങ്ങനെയാണോ അതേമാതിരി ജി ചെയ്താൽ മതി. മാറ്റങ്ങളൊന്നും വരുത്തിയ പിന്നെ കുഞ്ഞാൻ്റെ മാർക്കറ്റ് പോയി. ഞാൻ ഇപ്പോൾ ഒരു ഷോപ്പ് ചെന്നാണ്ട് ഷോപ്പിൻ്റെ വീഡിയോ എടുക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, നോക്കൂ ഈ സാരി നോക്കൂ, ഈ ബ്ലൗസ് നോക്കൂ, എന്ത് രസമാണല്ലേ, ഇതിന് ഇത്ര വില ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാപ്പാരും ഇത് ഏതാണോ 9 പറഞ്ഞാൽ ചിലപ്പോൾ തട്ടും. എന്താ ഓൻ്റെ വർത്താനം പറയും. നേരെ പൊന്നാൻ ചങ്ങായിമാരെ ഇതിന് 10 റുപ്യ, ഇതിന് 20 റുപ്യ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാലോ അത് കത്തും ചെയ്യും. ആളുകള് ഫോട്ടോ എടുക്കാനൊക്കെ അടുത്ത് വരുമെന്ന് പറയും ഇഷ്ടം പോലെ. എന്നിട്ട് പിന്നെ അവര് പോയിട്ട് നെഗറ്റീവ് കമന്റ് ഇടുക. അതെങ്ങനെ ഉറപ്പിച്ച അവരങ്ങനെ ചെയ്യുന്നുണ്ട്? എന്ത് അത് അങ്ങനെ ചെയ്യണവരും ഉണ്ട്, കുറെ ഉണ്ട്. പിന്നെ കുറെ മാപ്പ് ചോദിച്ചു വന്നവരുണ്ട്. ഒരുപാട് തെറി കമന്റ് ചെയ്താണ്ട്. ഇപ്പൊ നമ്മളെ പെരീക്ക് ഒരു ടീം വന്നേ, ഒരു ചങ്ങായി പെരീക്ക് വന്നാണ്ടാണ്, ഞാനും ചെമ്മി അജ്ജിന് പോവാണ്, ഞാൻ എൻ്റെ അമ്മാനി എൻ്റെ കുടുംബത്തിനെയും പെണ്ണുങ്ങളൊക്കെ പച്ച തെറി പറഞ്ഞത് കാരണം വെച്ച് പൊരുത്തപ്പെട്ട് തരാൻ പറഞ്ഞു. പൊന്നാര ചങ്ങായി എജ്ജ് ഏതാണെന്ന് വെച്ചറിയില്ല, ഇജ്ജ് എന്തേലും എഴുതി കൊച്ചൊന്നും കുഴപ്പമില്ല, ഞാൻ ഇഞ്ച വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ പോകും. അതിനൊന്നും യാതൊരു ഈറെ കാര്യങ്ങളൊന്നുമില്ല. ചില കമൻ്റ് ഉണ്ട് കേട്ടോ, പറ്റ ഇതാണിത്, നമ്മളെ പെരക്കാരെ വിളിച്ചതും ഇതാക്കണമൊക്കെ ഇങ്ങനെ പറഞ്ഞൊന്നും ഞാൻ മെയിൻ ചെയ്യില്ല. പക്ഷെ പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ വിളിച്ചാൽ ചില ഒരുപാട് ഉസുമ്പുള്ളാത്ത ആൾക്കാരുണ്ട്. ഒരു കണ്ണിച്ചോരല്ല ശരിക്ക്, അതാണ് ഒന്നാമത്. നമ്മൾ വല്ലതും കാട്ടിയ മാതിരി. ഞാൻ അന്നേ വരെ ഒരു മനുഷ്യൻ്റെ 10 പൈസ എടുത്തിട്ടില്ല. എന്നാലോ പിന്നെ ചില ഈ വീഡിയോ പിന്നെ എൻ്റെ ഈ ഫേസ്ബുക്ക് പേജ് കൊണ്ട് എന്താണ് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടായിക്കണോ ചോദിച്ചു. ജനങ്ങൾക്ക് എന്തേലും ഇന്നേ വരെ ഒരു ഉപകാരം എന്നെ കൊണ്ട് ഉണ്ടായിക്കണോ ചോദിച്ചിന് ആൾക്കാരോട് ഇച്ച് പറയുന്നത്, ഇഞ്ച പേജേറ്റ് 2 പേരെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിക്കണം, ഒരുപാട് രോഗികൾക്ക് വീഡിയോ ചെയ്ത് കൊടുത്തിക്കണം, ഒരുപാട് വൃദ്ധസദനത്തിന് ലക്ഷങ്ങൾ ഞാൻ എത്തിച്ചു കൊടുത്തിക്കണം. പോരെ? അതുപോലെ. കാരണം ഇഞ്ച അക്കൗണ്ട് അല്ലട്ടോ, അതൊക്കെ അയറ്റാളെ അക്കൗണ്ട്. പിന്നെ ഓരോ ഇതും വന്നാണ്ട് നമ്മളിങ്ങനെ സ്ഥാപനം ഉണ്ട്, വീഡിയോ ചെയ്യാം, പിന്നെ വീഡിയോ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവരെ അക്കൗണ്ട് നമ്പർ ഇട്ടാണ്ട് നമ്മൾ കൊടുക്കും. ഇപ്പോഴും ആളുകൾ സഹായത്തിന് വേണ്ടിയിട്ട് സഹായിക്കുമ്പോൾ അതിൽ ഒറിജിനൽ ആരാ അല്ലെങ്കിൽ ജെനുവിൻ അല്ലാത്തത്, അതായത് സത്യമില്ലാത്ത അങ്ങനത്തെ വരുമ്പോഴാണ് പേടി. ഞാനിനി വല്ലാതെ അങ്ങനെ ഇത് ചെയ്യല്ല. പിന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അല്ലാതെ ഞാൻ പോയാണ്ട് ഞാൻ ചാരിറ്റിക്കാരനൊന്നുമല്ല, ഞാൻ ഒരു ചാരിറ്റിക്കാരനും അല്ല. നമ്മൾ നല്ല ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പാവം പിടിച്ചതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത് കൊടുക്കും. അതിന് അൽഹംദുലില്ലാ ഒരുപാട് പൈസ ഇറ്റാക്ക് വരും ചെയ്യും. പക്ഷേ ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നാളെ നമ്മളെന്താട്ടും, ഇവർ ചവിട്ടും ചെയ്യുകയെ. അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടായിക്കണ്. പട്ടാമ്പി ഭാഗത്ത് നമ്മളെ ഫിറോസ് കുന്നംപറമ്പിൽ അറിയില്ലേ, മൂപ്പര് ഇതേമാതിരി പറഞ്ഞു ഒരു വീഡിയോ ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ നമ്മളൊരു സജീർ പറഞ്ഞൊരു പിന്നെ നമ്മളൊരു പയ്യനൂരുകാരുണ്ട്, ഞാൻ ഓനും പോയാണ്ടാണ് വീഡിയോ ചെയ്യണത്. ആ താത്താൻ്റെ മാപ്പിളക്ക് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. മാനേച്ച 5 ലക്ഷം മതി, അതിലേറെ ഒരു ഉറുപ്പ്യ വേണ്ട, അത് അർഹതപ്പെട്ടവർക്ക് പിന്നെ നിങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങളല്ല പിന്നെ നമ്മൾ ആർക്കാച്ച നമ്മൾ കൊടുക്കുക, രോഗികൾക്ക് തന്നെ ഈ പൈസ കൊടുക്കുക അതുകൊണ്ട് താത്ത കരഞ്ഞ് കണ്ണീര് കുടിച്ചാണ്ട് ഒരു വീഡിയോ ഇട്ട് കൊടുത്തു. കാരണം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ മഹല്ല് കമ്മിറ്റി, നാട്ടുകാർ എല്ലാവരും ഉണ്ടാവും, ക്ലബ്ബത്തെ ആൾക്കാർ വരെ ഉണ്ടാവും, രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ഒരാളുണ്ടാവും. വീഡിയോ ഇട്ട് താത്താൻ്റെ 25 ലക്ഷം വന്ന് താത്താനെ പിന്നെ നമ്മൾ പോവാണല്ലോ. പൈസ എന്നത് ജനങ്ങളാണ്, ജനങ്ങളോട് പറയണം എത്ര പൈസ കിട്ടിയിരിക്കണെന്നുള്ളത്. ഇതൊക്കെ നമ്മളെ കജ്ജിൽ എണ്ണ അടിച്ച് കജ്ജത്തെ പൈസ എടുത്ത് എണ്ണ അടിച്ചാണ്ടാണ് പോണത്. വില സഹായിച്ചാൻ വേണ്ടി ഒരു ഉറുപ്പ്യ ചായ അടിച്ചാൻ വരെ നമ്മൾ വാങ്ങണില്ല. പൈസ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താട്ടി അറിയോ, ആ ഊച്ചി പെരമ ലോണുണ്ട്, എൻ്റെ മകളെ പണ്ട ലോണിലാണ്. അങ്ങനെ താത്ത നിങ്ങൾ ബാക്കിയുള്ള പൈസ നിങ്ങളെ നാട്ടിൽ തന്നെ ഉണ്ട് കുറേ രോഗികൾ, നിങ്ങൾ ഓർക്ക് കൊടുത്താൽ മതി, അത് നിങ്ങൾ ബാങ്കിൽ നിന്ന് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി എന്നൊക്കെ നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ ആരാണ് ഇതിന് ചോദിച്ചു. അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചെറിയ കമൻറ്റ് വരും, ഇവനെ മഹലിൽ നിന്ന് പുറത്താക്കണം പറയും. അപ്പോൾ നമ്മൾ മഹലത്തെ നമ്മളെ പിന്നെ മൂലിയിലുട്ടുണ്ട്, ഈ കുട്ടിക്കും വേണ്ടിയാണ്ട് ഒരു വീടിൻ്റെ ഒരു വീഡിയോ ചെയ്യാറ്. അപ്പോൾ ഞാൻ ആ മഹലിൽ പറഞ്ഞേക്ക് ഞാൻ ആ വീഡിയോ ചെയ്തെടുത്തു. ആ കുട്ടിക്ക് ഇപ്പോൾ പെരിയായി. അതുപോലെ നമ്മളെ പേജ് കൊണ്ട് ഉണ്ടായതാണത്.
വീട്ടിലുള്ള ഭാര്യ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. ഇസ്ലാം എന്ന് പറയുന്നത് കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ള ഈ സ്ത്രീകളെ മുഖം കാണിക്കുന്നതിനൊക്കെ കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ഇസ്ലാം അത് അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. അവര് വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടാറില്ല. ഒരു കൂട്ടം ആളുകൾ എപ്പോഴും ഒരേ സെറ്റ് കമന്റ് തന്നെ വന്ന് ടൈപ്പ് ചെയ്യുന്നത് ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ കമന്റ് ചെയ്യുന്നുണ്ട്, ഒരേ മാതിരിയില്ല കമന്റ്. ഇഞ്ചതിന് കൂട്ടാക്രമണമാണ്. ഇഞ്ചത് ഏതോ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇഞ്ച ലിങ്ക് ഇട്ടാണ്ട് അതിന്നും കിട്ട് തുടങ്ങാണ് ഇതുകൊണ്ട് പെരുന്തെറി. പക്ഷെ ഞാൻ ആ തെറിയൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്യില്ല. മക്കളുടെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടില്ലേ? ആയിട്ടാത് ഞാൻ ഒക്കെ ഡിലീറ്റ് ചെയ്യും. മക്കളല്ലേ. പിന്നെ ജെസിൻ്റെ ഇതിലാണെങ്കിൽ പെണ്ണുങ്ങളതിൽ നിന്നും പിന്നെ കുറെ ഒഴിവാക്കും. ജെസിത്തെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണോ? അതൊരു പാവാണ്. നമ്മളെ കാര്യത്തിനും വേണ്ടിയാണ്ട് എപ്പോഴും മുന്നിക്കുണ്ടാവും. 22 വയസ്സിലല്ലേ കല്യാണം കഴിക്കുന്നത്. അപ്പൊ തൊട്ടേ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്നും കുറച്ച് ഓവറാണെന്നൊക്കെ ഒരു സമയത്തും പറഞ്ഞിട്ടില്ല ജീവിതത്തിൽ? ഇന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല, ഇന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ കമന്റിലെ ആളുകൾ പറയുന്ന പോലെ പറഞ്ഞിട്ടേ ഇല്ല. കല്യാണം കഴിച്ചിട്ട് അന്ന് നമുക്ക് വേറെ പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. സൗദിയിലായിരുന്നു. സൗദിയിൽ നിന്ന് ഉംറക്ക് പോയാണ്ട് പിന്നെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞാണ്ടാണ് വരുന്നത്. അന്നാണ് കല്യാണം കഴിച്ചത്. പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പലർക്കട ഇട്ടു. അത് ആകെ പോയി. അത് കഴിഞ്ഞ് പിന്നെ എല്ലുമണ്ടിയിൽ പോയി. എല്ലുമണ്ടിയിൽ ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട്. കോട്ടക്കൽ വാവാക്കാൻ്റെ ലോറിയിലാണ് നമ്മൾ പോയത്. അത് കഴിഞ്ഞ് ഗ്യാസ് വണ്ടി കയറി ഒരു 4 കൊല്ലം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സൗദിക്ക് പോയത്. എന്തൊക്കെ പണിയെടുത്തിട്ടുണ്ട് ഈ യൂട്യൂബറും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും? ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ ഞങ്ങളെ കൈത്തൊഴിൽ പറഞ്ഞാൽ ടൈലറിംഗ് ആണ്. ഞങ്ങളെ കുടുംബത്തിലെ എല്ലാവരും ടൈലർമാരാണ്. എന്നുവെച്ചാൽ വാപ്പ വല്ലിപ്പ എല്ലാവരും ടൈലർമാരാണ്. ഞാനും ടൈലറാ. ഷർട്ടൊക്കെ തയ്ക്കും? ഷർട്ട് പാൻറ്റൊക്കെ അടിച്ചു ഞാൻ. ഇതുവരെ ഞാൻ ആരോട് പറഞ്ഞിട്ടുമില്ല. വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് നമ്മളെ വാപ്പൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ കൊല്ലങ്ങളോളം ടൈലറാണ്. ഞങ്ങൾ ഗൾഫിലൊക്കെ ടൈലർമാരായിരുന്നു. ഗൾഫിലൊക്കെ 4-5 കൊല്ലം നമ്മൾ ടൈലർ പണി എടുത്തിക്കുന്നത്. സൗദി പോകുമ്പോൾ അവിടെ എന്തായിരുന്നു ജോലി? ഇപ്പാൻ്റെ ഒപ്പം ലോഡ്ജ് ഉണ്ടായിരുന്നു. ഹറമിന്റെ മുമ്പിലായിരുന്നു നമ്മളെ മക്കത്ത്. അപ്പോൾ ആ ലോഡ്ജത്തെ പണിയെടുക്കും. ഇപ്പാൻ്റെ ടൈലർ ഷോപ്പ് ഉണ്ട്, അതിലത്തെ പണിയെടുക്കും. ഇപ്പൊ കേൾക്കുന്നു നാടൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്നേക്കായിട്ട് ഗൾഫ് പോവാണ്, അവിടെ സെറ്റിൽ ആവാൻ പോവാണ് കുഞ്ഞൻ പാണ്ടിക്കാടെന്ന്. അതൊന്നുമില്ല. വിസ എപ്പോഴും ഉണ്ടിച്ചു സൗദിയിൽ. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുന്നെയാണ് പോയി വന്നത്. എനിക്കവിടെ വിസ കാര്യങ്ങൾ ഞാൻ ക്യാൻസൽ ആക്കാൻ വേണ്ടി പോയ മനസ്സിലാണ്. പക്ഷെ ഗൾഫിൽ ക്യാൻസൽ ആക്കൊന്നും വേണ്ടായിരുന്നു. എന്നാണ് ഇപ്പം ഈ ഫേസ്ബുക്കും ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തന്നെ പോകണ്ടേ. അപ്പോൾ ഞാൻ തൽക്കാലം ഞാൻ ക്യാൻസൽ ആക്കിയിട്ടില്ല. യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ വരുന്ന ഈ വരുമാനം ഉണ്ടല്ലോ, അത് എന്താ പറയുക, ഇപ്പോഴും എല്ലാ സമയത്തും അത് വരുന്ന സമയത്ത് ഈ ഒരു വിഭാഗം ഈ ആളുകൾക്ക് സഹായിക്കാനും ഇതാക്കാനും വേണ്ടി ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പിന്നെ ഇതിൽ സഹായത്തിൻ്റെ വീഡിയോ ഇപ്പം ഇഞ്ചതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടലൊന്നുമില്ല. നമ്മൾ കൊടുക്കണതിനാ വേറെല്ലോ അറിയണത്. പക്ഷേ ഈ പിന്നെ വൃദ്ധസദനം ഇതൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കണത് ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കും. അത് കണ്ടാണ്ട് വേറെ കാരണം ഈ വീഡിയോ എടുക്കണ പറഞ്ഞാൽ ഈ പിന്നെ വൃദ്ധസദൻ്റെ അക്കൗണ്ട് നമ്പറും ഞാൻ വെക്കും. അങ്ങനെ ആകുമ്പോൾ എന്താട്ടി ഇവർക്കും പൈസ വരുമല്ലേ. പിന്നെ മനസ്താപല്ല ഏതെങ്കിലും ഒരുത്തം ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കും 10 രൂപ കിട്ടുന്ന കാര്യമല്ലേ. ഇപ്പൊ പണ്ടത്തെ കുഞ്ഞൻ പാണ്ടിക്കാടല്ല, ഇപ്പൊ ഒരുപാട് പൈസയും പ്രൊമോഷനൊക്കെ ആയി. ഇപ്പൊ എന്താ ആളാകെ മാറിപ്പോയി അങ്ങനെയൊക്കെ ആളുകൾ പറയാറുണ്ടോ? അത് ജാടയാണ് എല്ലാവരും. ജാടയാണ്, ഒരു റൗഡിയാണ്. പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കമന്റിലും കേട്ടോ. അത് നേരിട്ടാണ്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി അറിയണവർക്ക് ഇനി അറിയാം. ഇപ്പൊ നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ ഒറോമ്പറ സുൽത്താനി അറിയും. പാണ്ടിക്കാട് നിന്ന് കറക്റ്റ് 1 കിലോമീറ്ററാണ്. നമ്മളെ പഞ്ചായത്ത് ഇതൊക്കെ പാണ്ടിക്കാട് തന്നെയാണ്. അവിടെയാണ് നമ്മൾ വരിക. അപ്പോൾ നമ്മളെ നേരം പുറത്താ ചെറുക്കന്മാരപ്പം ഇരിക്കുന്നുണ്ട്, കളിച്ചാൻ പോകുന്നുണ്ട്. പിന്നെ അവിടെ നമ്മളെ ബസ് സ്റ്റോപ്പിൽ എപ്പോഴും ഇരിക്കും. ഈ പുള്ളിത്തുണി ഇതുട്ടാണ്ട് ഞാൻ അവിടെ ഉണ്ടാവും. പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ കാണുമ്പോൾ വണ്ടിയൊക്കെ നിർത്തി വരും. അപ്പോൾ നാട്ടുകാരനെ ചിലപ്പോൾ കളിയാക്കും. അതാടാ വന്നിക്കണടാ എൻ്റെ ആൾക്കാർ വന്നിക്കണാറാണ് ഇങ്ങനെ. ഇപ്പോഴും മറക്കാൻ പറ്റാത്ത അങ്ങനെ ഫാൻസിൻ്റെ ഒരു മൊമെൻ്റ് ഒക്കെ ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരുപാട് ചെക്കന്മാർ നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ ഫോട്ടോ വരച്ച് കണ്ട് തന്നിട്ടുണ്ട്. അങ്ങനൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെഗറ്റീവ് കമന്റ്സിന്റെ നേരത്തെ നമ്മൾ സംസാരിച്ചല്ല. 3 പെൺമക്കളിൽ ഇപ്പോൾ ലിബിയ എന്ന് പറയുന്ന കുട്ടി നിങ്ങളുടെ കുട്ടിയല്ല എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയുക, കമന്റിൽ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഇതാ കുട്ടികൾക്ക് വിഷമം ഉണ്ടാക്കില്ലേ? പിന്നെ കുട്ടികൾ ചില ആൾക്കാർ വീഡിയോ ചെയ്യണതേ ഈ ചങ്ങായിമാർക്ക് റീച്ച് ഇല്ലെങ്കിൽ ഇപ്പം വെറുതെ യൂട്യൂബിൽ കുഞ്ഞാൻ ട്രോള് കയറാണ്ട് വെറുതെ ഒന്ന് അടിച്ചു നോക്കാം. ഒരാളൊന്നുമല്ല, ആയിരക്കണക്കിന് ആൾക്കാർ ഇഞ്ച പിന്നെ പേരും പറയാണ്ട് വീഡിയോ ചെയ്തിരിക്കണം. ഒരുപാട് ആൾക്കാർ പാണ്ടിക്കാട് കുഞ്ഞങ്ങനെ അങ്ങനെ ഏറാണ്ട്. പക്ഷെ അതിൽ നോക്കുമ്പോൾ ഒരു കയമ്പും ഉണ്ടാവില്ല. ആ വീഡിയോ ചെയ്യും. എന്നാൽ ചെച്ചണവർക്കൊക്കെ ഇതോക്കാരം. അതങ്ങനെ വെറുതെ ഒന്ന് അടിച്ചു നോക്കണം യൂട്യൂബിൽ. ഞാൻ തള്ളല്ല.
വെറുതെ അടിച്ചാൽ മതി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ എൻഡോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത് അതിന് ശേഷം ഇപ്പൊ വരുന്ന പ്രൊഡക്റ്റ് ഇന്ന പ്രൊഡക്റ്റ് ഞാൻ ചെയ്യുള്ളൂ അങ്ങനെ നിർബന്ധമുണ്ടോ? ഇപ്പൊ എന്തെങ്കിലും മാറ്റം വരുന്നില്ല? ഇപ്പൊ എന്ത് പ്രൊഡക്റ്റ് വന്നാലും ചെയ്യും, അങ്ങനെ തന്നെയാണ്. എന്താ പ്രൊഡക്റ്റ് ചെയ്യണേന് എന്താണ് ഗവൺമെന്റിന്റെ അംഗീകൃത സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇല്ലാത്ത എന്ത് പ്രൊഡക്റ്റും നമുക്ക് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാലോ. അല്ലാണ്ട് ആ അനുഭവം കൊണ്ട് അങ്ങനെ പേടിക്കോ അല്ലെങ്കിൽ അത് നാട്ടുകാര് പലതും പറയാം, അതൊന്നും ഞാൻ നോക്കലൊന്നുമില്ല. അത് കരുതിയാണ്ട് ഇപ്പം നാളെ പറയണം ഇങ്ങനത്തെ ഒരു സാധനം ഇതാക്കാണ്ട് പറഞ്ഞാൽ നമ്മള് പ്രൊമോട്ട് ചെയ്യും. നല്ലതാണ്, അന്വേഷിച്ച് കഴിഞ്ഞിട്ടൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ. അല്ല, അപ്പോ ഈ പറഞ്ഞ ഭാര്യനൊക്കെ ഉൾപ്പെടുത്തിയാണല്ലോ അതിന്. അതാണ് പെണ്ണുങ്ങൾ ചെയ്തതിനാണല്ലോ ഇതിന് പിന്നെ ഫുള്ള് അന്ന് ഇഞ്ഞങ്ങോട്ട് ഏറ്റിക്കാണ്ട് ഇതാക്കിയത്. പാവം. അത് പറയലടാ മുത്തേ. ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഫസ്റ്റത്തെ വീഡിയോയിലൊക്കെ ഉറക്കമൊക്കെ പോയിക്കണം. അത് ഞാൻ ഇട്ടേക്ക് പിന്നെ ട്രോളങ്ങോട്ട് വന്നില്ലേ. ഇത് ഞാനും പെണ്ണുങ്ങളാണ് ഫസ്റ്റ് വീഡിയോ ചെയ്യണത്. പിന്നെ ട്രോളുമെന്നങ്ങോട്ട് ട്രോളി. അതേമാതിരി നമ്മളെ ഓരോരോ സൗണ്ട് എടുത്താണ്ട് പല കോലത്തിൽ ആക്കിയാണ്ട് പെണ്ണുങ്ങളെ പറ്റാതെ മയൂരി പറഞ്ഞ ഒരു സംഭവം. ഈ മയൂരി പറഞ്ഞ ഞങ്ങൾ അന്ന് ദുബായിൽ നിന്ന് വന്ന് അന്നത്തെ ദിവസം തന്നെ മയൂരിൻ്റെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു ആ വീഡിയോ എൻ്റെ ഇതിലുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടോക്ക്. അതിന് ശരിക്കും പറഞ്ഞു മയൂരി എവിടെ പോയാലും മയൂരി പറഞ്ഞു. ഇതാരോ ഒരാളൊന്ന് സ്പീഡ് കൂട്ടി, ഒരിത്തിരി സ്പീഡ് കൂട്ടിയപ്പോൾ അത് പിന്നെ വേറെ വാക്കായി അതായി. അതിലങ്ങോട്ട് തുടങ്ങി പൊങ്കാല. എൻ്റെ വാപ്പ ഇങ്ങനെ വരുന്നുണ്ട്, എടുത്തോട്ടെ പെണ്ണുങ്ങൾ ചോദിച്ചു. ഇതാക്കണം ഇവിടെ ഉണ്ട് എന്താ ജെസ്സി പറഞ്ഞിക്കണോ ചോദിച്ചു. പൊന്നാരപ്പം അത് ഇതാണ് വീഡിയോ, ആരോ ഇതാക്കിയതാണ്. അത് കഴിഞ്ഞ് ഓളെ പെരിയുന്ന വിളി, ഓളെ കുടുംബത്തിന് ജെസ്സിയെ എനിക്ക് ഇതില്ലേ എന്തൊക്കെയാണ് ജി പറയണത് ഇതിൽ ചോദിച്ചിട്ടുണ്ട്. ജനങ്ങളെ വിചാരം എന്താണ്, ഇതോള് പറഞ്ഞതാണെന്നാണ്. ശരിക്കില്ല വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് നമ്മളെ പേജിൽ ഇന്നും അതില്ലതാണ്. എഡിറ്റ് ചെയ്ത് മാറ്റി ഒരു ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടുള്ളൂ. മയൂരി എന്നുള്ളത് മറ്റേതായി. അയിമേന്ന്. പിന്നെ അപ്പൊ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ ഇങ്ങനെ ഇങ്ങനത്തെ അസഭ്യ ഇങ്ങനെ കമന്റുകളായിട്ട് കാണുമ്പോൾ ഒരു വിഷമം വരും? അത് ആ അവസ്ഥയൊക്കെ കഴിഞ്ഞു പോയോ? വിഷമം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കമന്റ് കാണുമ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ട് എന്നല്ല. ഞാനിപ്പോൾ അതൊന്നും ഇതാകില്ല, കാരണം എന്തിട്ടാലും തെറിയാണ്. പിന്നെ ഇപ്പം എന്തിട്ടപ്പം വിഷമിച്ചിട്ട് കാര്യം? മാനസികമായിട്ട് നമ്മളങ്ങോട്ട് തളർത്തി ഞാൻ ഈ ഫീൽഡിൽ തന്നെ വരരുത് പറയാണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ഇതല്ലാതെ വേറെ ഫീൽഡ് നമുക്കില്ലല്ലോ. ഈ ഫീൽഡിലുള്ളവരുടെയൊക്കെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കയറുക എന്നുള്ളതാണ്. ആളുകൾ ഇപ്പൊ പറയണുണ്ട് അടുത്ത ബിഗ് ബോസിൽ കുഞ്ഞൻ പാണ്ടിക്കാട്ടുണ്ടെങ്കിൽ ഓളമായിരിക്കും. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഓടി നടന്ന ആര് വിളിച്ചാരാ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ആഗ്രഹമുണ്ടോ ബിഗ് ബോസ് പോവാൻ? ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ബിഗ് ബോസ് പറഞ്ഞ പരിപാടി ഞാൻ സത്യമായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയാം ഇതുവരെ കണ്ടില്ല. ഞാൻ കാണും എങ്ങനെ ഈ ട്രോൾ ഭാഗം കട്ടിങ് കാര്യങ്ങളുണ്ടല്ലോ അങ്ങനത്തെ കണ്ടിക്കണമെന്നല്ലാതെ ഞാൻ ബിഗ് ബോസ് പരിപാടി ഇന്നേ വരെ കാണാത്ത ഒരാളാണ്. ഒരു എപ്പിസോഡും കണ്ടില്ല. അല്ല ഫൈനൽ ഉണ്ടല്ലോ, ഫൈനലിന്റെ ഭാഗം ലാസ്റ്റ് ഇത് ആർക്കാത് കിട്ടുകയാണെന്നില്ല, അത് നമ്മൾ കാണലുണ്ട്. അല്ല ബിഗ് ബോസിന്റെ ടീം ഇപ്പൊ വിളിക്കാന്ന് വെച്ചാൽ കുഞ്ഞൻ പാണ്ടിക്കാട് നിങ്ങൾ വരാൻ റെഡിയാണോ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തയ്യാറാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വരുമെന്ന് ഞാൻ ചോദിക്കണേ, സന്നദ്ധത കാണിക്കുമെന്ന് ഞാൻ ചോദിക്കണേ. നോക്കുക നമ്മൾ ട്രൈ ചെയ്ത് നോക്കാലോ. ഇപ്പൊ നമ്മളോടൊപ്പം കാണിക്കണ ഈ സ്വഭാവമില്ലേ, ഈ പെരുമാറുന്നില്ലേ, ഇത് തന്നെയാണോ ശരിക്കും റിയൽ ലൈഫില്? ഇഞ്ച നാട്ടിൽ വന്നാൽ മതി. ഇപ്പൊ ഇഞ്ചപ്പം വന്ന ഇഞ്ച സുഹൃത്തുണ്ട്, ഒരു കമ്പനീന്റെ പിന്നെ MD ആണ് മൂപ്പര് പ്രൊമോഷൻ ഞാനാണ് ചെയ്തത്. ആ പ്രൊമോഷൻ ചെയ്തിട്ട് പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ ഇയാൾക്ക് നല്ല ഇപ്പൊ നമ്മളൊപ്പം നടക്കണത് ഞങ്ങൾ രണ്ടാളും. മൂപ്പര് കോഴിക്കോടാണ്, ഞാൻ അതുമാണ്. അപ്പോ നമ്മളെ ചങ്കൈക്കാട് വിമർശിച്ച ഒരുപാട് ആൾക്കാർ പിന്നെ നമ്മളെ ഒപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് വർത്താനം പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാല് ഇങ്ങനത്തെ ആളാണോ ചോദിച്ചു. പിന്നെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒന്നും പാടെ ഒച്ചയും പുളി എടുക്കും. അതിന് വല്ല പ്രൊമോഷൻസിൻ്റെതോ കാര്യങ്ങളോ ചിലപ്പോൾ 2 തട്ടിമറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതില് ആഷി ഗൾഫിൽ പോയ വീഡിയോ ട്രെൻഡിങ്ങിലാണ്. സങ്കടമാണോ സന്തോഷമായിരുന്നോ? ഓനെ പറഞ്ഞാല് അന്ന് ഇപ്പം ആണെങ്കിലും 10-33 കൊല്ലം ജപ്പ ഗൾഫിലായിരുന്നു. ഒരുപാട് 10-20 ആൾക്കാരെ 10-30 ചില്ലാൻ ആൾക്കാരെ ജപ്പ ഗൾഫിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഈ മക്കത്തെ ഹറമിന്റെ മുന്നിൽ പറഞ്ഞാൽ ആലിന്റെ റൂം എന്നാ പറയാ. കാരണം ഒരുപാട് ആൾക്കാർക്ക് സഹായമുള്ള റൂമാണിത്. അന്ന് ഈ ഉംറക്ക് വരുന്ന ആൾക്കാർ, വിസ ഇല്ലാത്ത ആൾക്കാരെ വന്ന് ഇഞ്ചപ്പാൻ്റെ അടുത്ത് നിൽക്കും, ഭക്ഷണം കാര്യങ്ങൾ ഇതൊക്കെ ഇതാക്കും. ഇപ്പാനെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. പക്ഷെ ഇഞ്ചപ്പാൻ്റെ തൊള്ളി ഇതേമാതിരി കേട്ടോ, ഇഞ്ചമ്മാൻ്റെ തൊള്ളി ഇതേമാതിരിയാ. അമ്മ പോയി
ഉമ്മാൻ്റെ തൊള്ളി പാണ്ടിക്കാടങ്ങാടിയിലൊക്കെ ഉമ്മ സാമാനം വാങ്ങാൻ വേണ്ടിയാ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ കടക്കാരോടും വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ചിട്ടുള്ള ഉമ്മ വരിക. അങ്ങനെയാണ് ഇപ്പാക്കും ഇമ്മാക്കും ഇച്ചും മാത്രമേ ഉള്ളൂ ഈ തൊള്ള കിട്ടിയിട്ട്. വേറെ നമ്മളെ കുടുംബത്തിലൊരു അന്തരമുണ്ട്, ഓന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ആശിക്കാണെങ്കിലും വല്ലാതൊന്നും കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ വല്ല പ്രാങ്ക് വീഡിയോയിലോ ഇതിലൊക്കെ നിൽക്കുന്നല്ലാതെ പെങ്ങളാണെങ്കിലും ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഉമ്മാനെ അങ്ങനെ മിസ് ചെയ്യണ്ടോ എന്ന് ചോദിക്കുന്നൊന്നും ശരിയായിട്ടുള്ള ചോദ്യമല്ല എന്നറിയാം. എന്നാലും ഉമ്മനെ ഓർക്കുന്നത് ഈ വാട്സപ്പ് വോയിസ് റെക്കോർഡ് കേട്ടിട്ടല്ലേ? ഒരുപാട് റെക്കോർഡുണ്ട്. അത് പിന്നെ അതായത് ഒറ്റയ്ക്ക് നമ്മൾ ട്രാവലർ ചെയ്യുമ്പോൾ ഉമ്മാൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഞാൻ എൻ്റെ വീഡിയോ കാണാത്ത ആളാണ്. പക്ഷെ ഉമ്മാൻ്റെ വീഡിയോ ഞങ്ങൾ കുടുംബങ്ങളിലെ വീഡിയോ അത് വണ്ടിയിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ അതിങ്ങനെ ഇട്ട് കണ്ടാ പോവുക. പക്ഷെ പെരീന്ന് ആരെങ്കിലും വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ ഞാൻ ചീത്തറിയും. ഇത് കണ്ട അത് ഇതാക്കി പറയും, മൈൻഡ് വേ മാറും. ഞാൻ ഒറ്റക്കാണ ടൈമിൽ ഞാൻ ഇരുന്ന് കാണും. ഈ ഉമ്മനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ഒരു സ്ലോ മോഷൻ വീഡിയോ ഉണ്ട്. ഒരു അത് ഞങ്ങൾ ഓൾ ഇന്ത്യ പോയിരുന്നില്ല, അന്ന് എടുത്ത വീഡിയോ ആണത്. കേരള കേരള ടു നേപ്പാൾ വരെ പോയി. ആ വീഡിയോയും അമ്മയുടെ ഒക്കെ മരണശേഷം ഭയങ്കര അധികം ആളുകൾ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അന്നാണ്. പിന്നെ അവസാന ഘട്ടത്തിലാണ് ഇച്ച് സുഖമില്ലാതായത്. അന്ന് പിന്നെ വണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് പ്ലേറ്റിന് കോയമ്പത്തൂർ വന്ന് ഇറങ്ങിക്കാണ്. അസുഖം എന്താണെന്ന് ചോദിച്ച് എലിപ്പനി. ഒരു മനുഷ്യനും ഇല്ലാത്ത സംഗതിയാണ് ഇച്ച് എലിപ്പനിയാ വന്നിക്കണ്. പൊന്നാര ചങ്ങായി എൻ്റെ ശരീരം എങ്ങനെയെന്ന് അറിയോ, ചേർത്ത് ഈ കണ്ണും മോറൊക്കെ എങ്ങനെ. ഡോക്ടർ പറഞ്ഞു എത്തിയത് ഭാഗ്യം, ഒരു ദിവസം കൂടി പേച്ച് കിടക്കി നേരെ എടുക്കുക എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് പെരക്കാരെ വിളിച്ചപ്പോഴും ഞാൻ അങ്ങോട്ട് പോരാൻ നിന്നിട്ടൊന്നുമില്ല. ഞാൻ യാത്ര കണ്ടിന്യൂ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിൽ പെണ്ണുങ്ങൾക്ക് മറ്റവും വിളിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ നോക്കാം കുഞ്ഞാൻ്റെ ഇത് അവസ്ഥ കുറച്ച് മോശമാണ്, നാട്ടിലേക്ക് പോരുന്നില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ അസുഖമല്ല എന്താണ് മുന്നിക്ക് കാല വെച്ച് അങ്ങനെ പോയോണ്ട് പോകും. പക്ഷെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് അസുഖം വന്നത്. ഉമ്മയ്ക്ക് എന്തായിരുന്നു അസുഖം? ഉമ്മാക്ക് ചെറുപ്പം മുതലേ ഷുഗറായിരുന്നു. അങ്ങനെ പിന്നെ അത് 300-400 അത്രക്ക ഷുഗർ ഉണ്ടായിരുന്നു ഉമ്മാക്ക്. ഇടക്ക് തലമിഞ്ഞി ഉഗ്ഗും ഇതാവും എപ്പോൾ. പക്ഷെ ഉമ്മാക്ക് പേടിയാണ്. അസുഖം വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ടോ ആശുപത്രി കൊണ്ടോ, ഇന്നെ എവിടെയെങ്കിലും വേഗം കൊണ്ടോ പറഞ്ഞാണ്ട് അപ്പം ഉമ്മാനെ കൊണ്ടുപോകണം. നമ്മൾ ഉമ്മ പോരി നമുക്ക് ആശുപത്രിക്ക് പോകാമെന്ന് പറയില്ലേ, പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഉമ്മ പറയും ഇന്നെ കൊണ്ടുപോകുന്നു പറയും. ഈ ഉമ്മ സപ്പോർട്ടായിരുന്നോ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന്? എല്ലാത്തിനും ജപ്പുണ്ടായിരുന്നു. അതായത് വീഡിയോസിൽ പെരുന്ന അല്ലാണ്ട് ഇപ്പൊ വീഡിയോസിൽ നെഗറ്റീവ് കമന്റ് വന്നാലൊക്കെ ഉമ്മക്ക് സ്നേഹമായിരുന്നു. ഉമ്മേനെ എല്ലാ വീഡിയോസും കാണും. പക്ഷെ ഇന്നെ വിമർശിച്ചാണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ഇട്ടിക്കണം. ഇവരൊക്കെ എൻ്റെ പെരേക്ക് വരികയും ചെയ്തിരിക്കണം. ഒക്കെ പെരേക്ക് വന്നാണ്ട് നമ്മളെ കെട്ടി. കാരണം അത്രയും വിമർശിച്ച ആൾക്കാരൊക്കെ എൻ്റെ പെരേക്ക് വന്നാണ്ട് നമ്മളോട് വർത്താനം പറഞ്ഞ് കമ്പനി ഓടിയാണ്ട് പോയിക്കണം. വസ്ത്രധാരണത്തിനായാലും ശരി അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു വർഷങ്ങൾ കഴിഞ്ഞിട്ട് വലിയ മാറ്റമൊന്നുമില്ലേ കുഞ്ഞമ്പാണ്ടിക്കാടിന്? ഇല്ലല്ല, ഞാൻ എപ്പോഴും ഇല്ല ഡ്രസ്സിങ് തന്നെ. എല്ലാവരും പറയിച്ച് മലക്കോ കൊണ്ട് ചോദിച്ചു. എപ്പോഴും ഇല്ലേ കമൻ്റാണ് എന്താ സാമ്യാണ് മലക്കോണ്. ഞമ്മക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അത് ഞമ്മക്ക് ഇടാം, ഇട്ടൂടെ? കാരണം ഞാൻ കാവി തുണി എടുക്കലുണ്ട്. എന്നുവെച്ചാൽ വണ്ടിയിൽ ഫുള്ള് തുണിയാക്കാര, പാൻറ് 1-2 ഉണ്ടാകുക. അത് വല്ല പരിപാടിക്ക് പോവുകയാണെങ്കിൽ പാൻറ് ഇടേണ്ട ഒരു ഘട്ടം വരുമ്പോൾ മാത്രമേ നമ്മൾ പാൻറ് ഇടല്. അപ്പൊ ഈ തുണി പല കളറിലുണ്ടാവും, പച്ച, നീല, ചുവപ്പ്. തുണി എവിടെ കണ്ടാലും റോഡ് സൈഡിൽ കണ്ടാലും അവിടെ വണ്ടി നിർത്തിയാൽ വാങ്ങും. ആളുകൾ ഒരുപാട് പേര് ഓടി വരികയും അല്ലെങ്കിൽ എന്താ പറയാ സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യണ്ടല്ലോ, ഇഷ്ടം പോലെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് എന്താ പറയാ അവര് വന്നിട്ട് ഏറ്റവും ആദ്യം വന്നിട്ട് കുഞ്ഞിനോട് എന്താ പറയുന്നത്, എന്ത് വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ഫാനായെന്ന് അങ്ങനെ ഓർമ്മയുണ്ടോ? ഒന്നാമത് നമ്മളെ ഫാമിലി വ്ളോഗ്, അതേപോലെ നമ്മളെ പിന്നെ വിമർശന വീഡിയോ ഒരുപാട് വന്നിട്ടുണ്ട്. എല്ലാ കാര്യം മൂത്തോക്കി പറയും ഞമ്മക്ക. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ പറയട്ടെ, ഇന്നലൊക്കെ എന്ന് പറഞ്ഞാൽ വയസ്സായ ആൾക്കാരുണ്ടല്ലോ, വയസ്സായ ആൾക്കാരും വയസ്സായ ഉമ്മമാരും ഉണ്ടല്ലോ, ഒരു 75 വയസ്സിൽ അങ്ങനത്തെ ആൾക്കാർ വന്നുങ്ങാണ്ട് ഇന്ന കുഞ്ഞാക്കാന്നാ വിളിച്ച. ഒരുപാട് അനുഭവമുണ്ട്. കുഞ്ഞാക്കാ വിളിച്ചു. ഞാൻ പറയും നിങ്ങളെ മകൻ്റെ പ്രായം വിളിച്ച് നിങ്ങൾ ഇന്ന കുഞ്ഞാക്കാന്ന് കുഞ്ഞാനെ വിളിച്ചാൽ മതി. അങ്ങനത്തെ ഒരുപാട് ടീംസ് വയസ്സായ ആൾക്കാർ. അതായത് പിന്നെ കുട്ടികളാണെങ്കിലും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞാൽ ആ ഒരു തലമുറയുള്ളൂ. പിന്നെ ഫാമിലി പറഞ്ഞാൽ നമ്മളെ യൂട്യൂബിൽ ആ ഒരു ലെവലിൽ ആൾക്കാരും ഉണ്ടാവും. നമുക്ക് ഈ പ്രൊമോഷനും ബാക്കിയുള്ള ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഈ ആളുകൾ ഒരുപാട് വരും, സെൽഫി എടുക്കുകയൊക്കെ ചെയ്യും. എല്ലാവരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ നമ്മളെല്ലാവർക്കും നിന്ന് എടുക്കണം. ഓലല്ലേ നമ്മളെ വലുതാക്കണത്. പിന്നെ നമ്മൾ ഓലത്ത് നിൽക്കാക്കാൻ പറ്റുമോ? നമ്മളെ വലുതാക്കണോ നമ്മളറിയണോ ഇതാക്കണോ പൊന്തിച്ചണൊക്കെ ആരാണ്?
ഇനിയിപ്പോൾ എന്ത് തെറി കമന്റ് ഇട്ടാലും ഓരനല്ലേ നമ്മൾ ഈ ലെവലിൽ എത്തിച്ചത്. അതെ. ഒരു സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഇന്ന് നമുക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറയാൻ കഴിച്ചത്. അപ്പം നാട്ടുകാരപ്പം നമ്മൾ നിൽക്കേണ്ടി വരും. നമ്മൾ അങ്ങോട്ട് പോയേണ്ടത് നിൽക്കും. ഇപ്പോൾ ചില ആൾക്കാർ ഹായ് വിളിച്ചപ്പോൾ ഞാൻ മാണിക്കക്കല്ല് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുന്ന ആളാണ്. അല്ലാതെ നമ്മൾ അങ്ങനത്തെ പരിപാടിയൊന്നും നമുക്കില്ല. ഈ യൂസഫ് അലിനെ കണ്ട് കെട്ടിപ്പിടിച്ചിട്ട് എന്താ പറഞ്ഞത്? അത് വേറെ ലെവല്. അത്രയും ജനങ്ങളടിയിൽ കോഴിക്കോട് ലുലുവിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അടിയിൽ ഞാൻ അങ്ങനെ നിൽക്കുക കേട്ടോ. നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളെ കണ്ടേക്ക് ഭാവിയായിരുന്നു അതിലാണ്ട് കെട്ടിപ്പിടിച്ചു. റഹ്മാനെ അതിൻ്റെ അകത്തൊക്കെ ഒരു കെട്ടിപ്പിടുത്തം കിട്ടുക പറഞ്ഞാൽ ഒരു തന്നെയല്ല. അതാ ഞാൻ പറഞ്ഞേ അങ്ങനത്തെ ആൾക്കാർ വരെ നമ്മൾ അറിയണുണ്ടല്ലോ. അതെ അതെ അതെ. ഇതിലും വലിയ ഭാഗ്യം എന്താ വേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ തന്നെ 3 പരിപാടിക്ക് നമ്മളെ കണ്ടിട്ട് മൂപ്പര് ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പെരീത്തെ വിശേഷം ചോദിച്ചിട്ടുണ്ട്. അത് വേറെ ലെവല്. മാണിക്കക്കല്ല് ഇഞ്ച പുകലാണ് യൂസുഫ്. ഒന്നും പറയല്ല മുതലിനെ കുറിച്ച് കണ്ട്. അല്ല ഈ പണ്ട് ഈ സൗദിയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ ലുലുവിലൊക്കെ നടക്കുമ്പോൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ പോയി കാണാൻ പറ്റും സംസാരിക്കാൻ? നമ്മളൊക്കെ കാണാൻ ആഗ്രഹിച്ചാണ്. പക്ഷേ നമ്മൾ ദുബായ് കല്യാണത്തിന് പോയിരുന്നു. അന്നാണ് യൂസുഫ് അലിക്കാരെ കാണുന്നത്. അന്ന് ഫുള്ള് പട്ടാളവും പോലീസുമാരൊക്കെയാണ് മൂപ്പരപ്പം നിൽക്കുന്നത്. അടുക്കാൻ കച്ചൂല. പക്ഷെ ഞാൻ വല്ല പുറത്തിറങ്ങി മൂപ്പര ഇറങ്ങണീൻ്റെ മുന്നേ ഒന്ന് കാണാൻ വേണ്ടി അതിൽ ആ വണ്ടി നിർത്തിയാണ്ട് കുറച്ച് അങ്ങോട്ട് പോവുകയായിരുന്നു. അതിൽ നിർത്തിയാണ്ട് ഞാൻ പറഞ്ഞു ഇന്നോട് ഇങ്ങോട്ട് ഇറങ്ങും. എന്നാൽ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങണോ ചോദിച്ചു. ഇറങ്ങുകയാണെങ്കിൽ വീഡിയോ ഒരു ഫോട്ടോ എടുക്കുക. അതിലെടുത്ത് എൻ്റെ മോനെ എവിടെ ചോദിച്ചു. റിച്ചു. അങ്ങനെ റിച്ചുവിൻ്റെ ഒപ്പം അല്ലേ പിന്നെ വീഡിയോ ഓട്ട് ചെയ്യുന്നു. ഞാനും ആ വീഡിയോ എടുത്തു. അതിലും നമുക്ക് കമൻ്റ് എന്താ അറിയോ? വലിഞ്ഞു കയറിപ്പോയി. ഈ ചെന്നിട്ടാൽ ഏത് VIP പരിപാടിക്ക് പോയി വലിഞ്ഞു കയറിപ്പോയി. അന്നാരും വിളിച്ചിട്ടില്ല. അതേപോലെ അങ്ങോട്ട് പൈസ കൊടുത്താണ്ട് വെച്ച് ഫേക്ക് വെക്കാനും അങ്ങനത്തെ ഒരുപാട് കമന്റ് നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കമന്റും ഫേസ്ബുക്കിൽ വരുന്ന കമന്റും എന്താ വ്യത്യാസം? ഒരുപാട് മാറ്റങ്ങളുണ്ട്. രാവും പകലിൻ്റെ മാറ്റമാണ്. ഏതാ നല്ലത്? നല്ല കമന്റുകൾ നല്ലത് യൂട്യൂബ്, കുറച്ച് ഇൻസ്റ്റാഗ്രാം. ഫേസ്ബുക്കിൽ വല്ലാതെ ഫേസ്ബുക്കിലാണ് എല്ലാവരും തെറിയ കാര്യം. ഇന്നലെ അല്ലു അർജുൻ്റെയിൽ ഓരോ ആകെ ഒരു കമൻറ്റാണ് നല്ല വന്നിട്ടുള്ളൂ. പക്ഷേ ആ കമൻറ്റിന് നല്ല ലൈക്കുണ്ട്. പക്ഷെ ഞാൻ ആലോചിച്ച് നോക്കുന്ന ഒരു കാര്യം എന്താ പറയുക, ഇപ്പോൾ ഒരു വീഡിയോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ 1000 കമൻ്റ് ഉണ്ടെങ്കിൽ 1000 തെറിയാക്കാരം. പക്ഷേ 10,000 ലൈക്ക് കിട്ടുകയാണെങ്കിൽ ആ 10,000 ആൾക്കാരെ നമ്മളെ സ്നേഹിച്ചിട്ടല്ലേ ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടല്ലേ ലൈക്ക് അടിച്ചത്. അത്ര നോക്കിയാൽ മതി. 1000 ആളുകൾ അപ്പം നമുക്ക് പിന്നെ എന്നുകൂടുന്ന കമൻ്റ് ആളുണ്ടാകുക. ബാക്കി 10,000 ആളും ലൈക്കല്ലേ ചെയ്യണത്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ ബയോയിൽ ഫാമിലി മാൻ എന്നാണല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇന്ന് നാടുകളിലുള്ള ഉദ്ഘാടനങ്ങള്, സെലിബ്രിറ്റി ആയി, എല്ലാ സ്ഥലത്തും പ്രൊമോഷന്, ശരിക്കും ഈ കുടുംബത്തിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, അത് ഈ യൂട്യൂബിന്റെ വീഡിയോ എടുക്കാൻ അല്ലാണ്ട് നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റണ്ട? ശരിക്കും ഉണ്ട്. നമ്മളെപ്പോഴും പരിപാടി ഒന്നുമില്ല, എപ്പോഴും പെരിയിൽ തന്നെ അല്ലേ. പെരിയിൽ നമ്മൾ പുറത്തിറങ്ങലൊന്നുമില്ല. എന്തെങ്കിലും ചെറുക്കന്മാരപ്പം ഒന്ന് പുറത്തു പോകും. ഇനിയിപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും തന്നെ ഒരുമിച്ച് പോവുക. അപ്പോൾ ഈ ഒരാഴ്ചയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഫുള്ള് ബിസി തന്നെ ചെയ്യുന്നു. മറ്റ് യൂട്യൂബർമാർ ആയിട്ടൊക്കെ ഉള്ള സൗഹൃദം ആരൊക്കെയായിട്ട് സൗഹൃദം ഉണ്ട്? ഇപ്പോൾ എല്ലാ യൂട്യൂബർമാരും നമ്മൾ കമ്പനി ഉണ്ട്. ഏറ്റവും അടുത്തപ്പോൾ വിളിച്ചാലൊക്കെ സംസാരിക്കാൻ പറ്റാവുന്ന ഒരു സുഹൃത്ത് എന്നൊക്കെ പറയുന്നത് ആരായിരിക്കും? ഒന്ന് ബഷീർ ബഷി, നമ്മളെ ചങ്കാണ്. അതേപോലെ പിന്നെ വേറെ നമ്മളെ സായി, ഏജന്റ് സായി, അതേപോലെ ഖാദർ കരിപ്പൊടി, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഞമ്മക്കുണ്ട്. ഈ സീക്രട്ട് ഏജന്റ് ഒക്കെ ഈ എന്താ പറയാ വീഡിയോസ് കുഞ്ഞമ്പാണികളുടെ പേരിൽ വന്നിട്ടുള്ള വീഡിയോസിന് റിയാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ വാർത്ത പറയുന്നുണ്ടല്ലോ. നമ്മളെ നാട്ടുകാരനല്ലേ സായി. ഓ മലപ്പുറം ടൗണിലാണോന്. അതെ അതെ അതെ. പിന്നെ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ പരിപാടിക്കും കാണലുണ്ട്. അതേപോലെ നമ്മളെ സിയാസ് കരീം ഇവര് ഓരോ കല്യാണത്തിലൊക്കെ നമ്മൾ വന്നിരുന്നു. ഷിയാസ് ശുദ്ധനാണല്ലേ, നിഷ്കളങ്കൻ. പച്ച പാവാണ് ചങ്ങയ്യേ. പച്ച പാവ ഒരു മനുഷ്യനാണോ? അതിനിട്ടാണ്ട് ആൾക്കാരങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇല്ലാത്ത പൊങ്കാലോടൊന്നും തന്നെ ഉള്ളൂ. പക്ഷെ അത് വേറെ ലെവലാണത്. അതിന് ഇന്നയാള് ഇതൊന്നുമില്ല. എല്ലാവരും മുത്തുമണി അറിയാണ്ടാ വരുമോ അങ്ങനത്തെ ഒരാളാണ് സിയാസ് കരീം. സായി എങ്ങനത്തെ ആളാ? സായി നമ്മളായിട്ട് ഭയങ്കര കമ്പനിയാണ്. നല്ല സ്നേഹത്തിലാണ്. കാരണം ഞാനൊക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം എന്താട്ടും, ഇത് പ്രശ്നം വരുമോ അല്ലേ എന്നൊക്കെ ഞാൻ സായിക്കും വിളിച്ചും ഖാദർ കരിപ്പൊടിക്കൊക്കെ ഒന്ന് വിളിച്ചാണ്ട് ചോദിക്കും. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വിഷയമോ കാര്യങ്ങളോ വരുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. ഈ ബഷീർ ഭാഷയായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ബഷീർ ഭാഷിനെ ഫസ്റ്റ് ഞങ്ങൾ ഒരു റിസോർട്ടിൽ നിന്ന് കണ്ടതാണ്. പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്ത് പിന്നെ ഓരോ വെബ് സീരീസിൽ നമ്മളെ വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിച്ചു. ഞാൻ ഫുക്കുറു, ബഷീർ ബഷി, ഇന്റെ പെണ്ണുങ്ങളുണ്ടായിരുന്നു. ആ വീഡിയോ കാരണം ഭയങ്കര കയറിലേറിയ വീഡിയോ ബഷീർ ബഷിന്റെ ഇതിലുണ്ട്.
ഫുക്രൊക്കെ ആയിട്ട് ഇപ്പോഴും ബന്ധമുണ്ടോ? ആ ഫുക്രൂനായിട്ടൊക്കെ ഇതുണ്ട്. ഈ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉണ്ടല്ലോ, ഇനി മറ്റെന്തെങ്കിലും ഭാവി പരിപാടി ഉണ്ടോ? എന്തെങ്കിലും സ്ഥാപനം തുടങ്ങാൻ? ഇപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ ഇൻഫ്ലുവൻസർമാർ വന്നിട്ട് ഷോപ്പ് തുടങ്ങുക, അങ്ങനെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും ചങ്ങായിയെ കുറച്ച് കാലമുള്ള ഉണ്ടാകാൻ എന്തെങ്കിലും പിന്നെ വല്ല സ്ഥാപനം എന്തേലും ഒക്കെ കുത്തുകണി എന്തേലും ഇട്ടോ എന്നൊക്കെ പറയും. ഒരുപാട് ആൾക്കാർ ഉപദേശം തരുന്നതാണ്. എന്തേലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട് എന്തേലും ഇൻഷാ അല്ലാഹ് ചെയ്യണം എന്നുള്ള പരിപാടി ഉണ്ട്. അപ്പൊ പിന്നെ തോട് പോയടക്കാൻ സമ്മതിച്ചൂലല്ലോ. എന്തേലൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക്. എന്തായാലും എല്ലാ പ്രശ്നങ്ങളും ഉടനെ മാറട്ടെ ഇൻഷാ അല്ലാഹ്. വീഡിയോസ് ഇനിയും കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പറഞ്ഞ വാക്കുകൾ തന്നെ ഉണ്ടായിരുന്നല്ലോ, 1000 പേര് ലൈക്ക് ചെയ്യുമ്പോ 1000 പേരെ ഞാൻ നോക്കിയാൽ മതി എന്നുള്ളത്. ആ സ്നേഹം സത്യമാണ്. അതാണ് നമ്മള് ഇപ്പോ പിന്നെ വേറെ ഒരു ഇതുണ്ട്. കുഞ്ഞാന്റെ പെണ്ണുങ്ങളെ ക്യാൻസർ മാറാൻ വേണ്ടിയാണ്ടാണ് പെണ്ണുങ്ങളെ യൂട്യൂബിൽ കൂടെ നിൽക്കണത് പറഞ്ഞാണ്ട് ഒരുപാട് കമന്റ്. അതിന്റെ കാര്യം എന്താ? എന്ത് ഈ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം? അല്ല, എന്റെ പെണ്ണുങ്ങൾക്ക് ഓൾറെഡി രോഗിയാണല്ലോ. കാരണം ബ്രെയിൻ ട്യൂമർ ചെയ്യുന്നല്ലോ. അത് ഫുള്ള് മുടിയൊക്കെ കളഞ്ഞ് അതിന് യൂട്യൂബ് കൊണ്ടുവരുന്ന തമ്മിൽ എന്താ? അത് സാധാപം പിടിച്ചിക്കാനാണെന്നൊക്കെ പറഞ്ഞാണ്ടേ. അപ്പൊ നമ്മൾ ചിലപ്പോ ഓരോ നല്ല ഡോക്ടർമാർ ഇതൊക്കെ പോകുമ്പോ നമ്മള് ഇതേപോലത്തെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഇവര് നിങ്ങളൊക്കെ എങ്ങനെ ഇത്ര രോഗമായിട്ടും ഇങ്ങനെ സന്തോഷത്തോടെ നടക്കുമോ ചോദിച്ചു. അപ്പൊ നമ്മൾ ഇവർക്ക് ഇങ്ങനെ ഡോക്ടർ ഉണ്ട്, അവിടെ ഡോക്ടർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഈ നിങ്ങളെ ഭാഗത്തല്ല മറ്റേ ഒരു ഇതിന്റെ ഒരു മൈഗ്രെയിന് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഞാൻ വീഡിയോ എടുത്ത് കുട്ടിയിരുന്നു. അപ്പൊ നമ്മൾ ഒരുപാട് ആൾക്കാര് ഒന്നാണ്ട് ബന്ധപ്പെടും. അതേപോലെ ഒരുപാട് മന്ത്രിമാർ ചികിത്സിച്ച ഒരാളാണ് നമ്മളെ അങ്കമാലി ഒരു ഡോക്ടർ ഉണ്ട്, അത് അവരായിട്ട് ചികിത്സിച്ചിരുന്നു. ഇപ്പൊ ഞങ്ങള് ഈ ആഴ്ച പിന്നെ കോയമ്പത്തൂര് ഒരു ഹോസ്പിറ്റലിൽ പോയാണ്ട് 4 ഡോക്ടർമാരെ ഞങ്ങൾ കണ്ട്. അത് കഴിഞ്ഞ് കോയമ്പത്തൂർ നിർത്തി പിറ്റേ ദിവസം പിന്നെ കോഴിക്കോട് മൈത്രിയിലായിരുന്നു മിഞ്ഞാന്ന്. ഈ ഇപ്പൊ അമ്മ മരിച്ച സമയത്ത്, അമ്മ മരിച്ചിട്ട് ഉടനെ വീഡിയോ ആയിട്ട് ഇറങ്ങി ഇവൻ എന്ന് പറഞ്ഞിട്ടുള്ള അമ്മാനെ പച്ച നോണ അറിയാണ് ഈ നാക്കാലിയാള്. നമ്മളിറങ്ങിയതെന്നറിയോ? നമ്മളിറങ്ങിയത് പറഞ്ഞാല് 40 കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. ഉമ്മാന്റെ പിന്നെ 20 കഴിഞ്ഞേക്കാണ് ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞാണ്ട് ഒരു ഒറ്റ വീഡിയോ ഇട്ടിട്ടുള്ളൂ. ചിലവരെന്താണ് ഉമ്മ ഇങ്ങനെ മരിച്ചു എന്താണെന്ന് ഒരുപാട് കമന്റ് വന്നപ്പോ ഇങ്ങനെ ഈ കാരണം കൊണ്ടാണ് മരിച്ചത് അറിയാണ്ട് നമ്മള് വീഡിയോ ഇട്ടിരുന്നു, ഒരു എക്സ്പ്ലനേഷൻ പോലെ. അല്ലാതെ ഉമ്മാന്റെ അടിയന്തരം മറ്റേത് മറിച്ചതൊന്നും ഞാൻ അടുത്ത് വീഡിയോ ഇട്ടിട്ടില്ല. നാട്ടുകാരുടെ പ്രോത്സാഹനവും അല്ലെങ്കിൽ നാട്ടുകാരുടെ സുഹൃത്തുക്കളുടെ പ്രോത്സാഹനം, നമ്മളെ സുഹൃത്ത് ചങ്കാള് നമ്മളെ ഒരുപാട് വീഡിയോയില് നമ്മളൊപ്പം ഉണ്ട്. പിന്നെ ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെല്ലാത്തിനും ഉണ്ടാകുന്ന ചെക്കന്മാരനെയാണ്. ഈ സ്ത്രീകളോട് മോശമായിട്ടുള്ള കമന്റുകൾ എഴുതുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ഈ വീഡിയോന് താഴെ വന്നിട്ട്, അവരോട് എന്താ പറയാനുള്ളത്? ഓരോട് എന്താ പറയണേ? കുറച്ച് തലക്ക് വെളിവില്ലോലാണെങ്കിൽ അങ്ങനെ ചെയ്യൂ. ചെറിയ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഓർക്കൊന്നും എന്താ കുടുംബവും കൂട്ടക്കാരില്ലാത്തവരാണ് ഇജാതി പണിയെടുക്കുന്നത്. കമന്റ് ബോക്സ് നോക്ക്, എന്താണ് എഴുതിയിരിക്കണ നോക്ക്. നമ്മളൊക്കെ അതിന് ഒരുത്തനെ പിന്നെ പണി ഞാൻ കൊടുത്തിട്ടുണ്ട്, 2-3 ആൾക്ക് പണി കൊടുത്തിരിക്കണം. കേസ് കൊടുത്തിട്ടുണ്ട്, കേസ് അല്ലാതെയും കൊടുത്തിട്ടുണ്ട്. ഒരുത്തൻ്റെ പിന്നെ ഇതേപോലെ ഇങ്ങനെ പറഞ്ഞു, പിന്നെ എൻ്റെ പെണ്ണുങ്ങളൊന്ന് ഇതാണ് പറഞ്ഞു തട്ടി ഈ കമന്റും ഇതാക്കിയാണ്ട് ഞാൻ നേരെ പിന്നെ കാണാൻ പോയിട്ടുണ്ട്. പോയാണ്ട് എന്നടാ പെണ്ണുങ്ങളിതാ ഞാൻ വെറുതെ എഴുതിയതാണേ, എൻ്റെ ആർക്ക് ഇപ്പോൾ വേണ്ടേയിരുന്നു. അങ്ങനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കണം അവരോട്. പിന്നെ എന്തിനാ പിന്നെ അങ്ങനെ പറയണം, എന്നാലുള്ളൂ ഓരോ ക്രിക്കടി നിൽക്കുക. അടിക്കാനൊക്കെ തോന്നിയിട്ടുണ്ടോ അവര്? അടിച്ചാന്ന് നമുക്ക് തോന്നിച്ചില്ല. ചിലപ്പോൾ കണ്ണും മൂറും അടയ്ക്കാണ്ട് കരിമൂക്കിനൊന്ന് പൊട്ടിച്ചാന്ന് തോന്നിയിട്ടുള്ളൂ. അടിയാണ് ചെറിയ അടിക്കൊന്നും താല്പര്യമില്ല. കണ്ണും മൂറും നോക്കിയാണ്ട് ഒറ്റയടി അയിമ പുക്കണം. പിന്നോ ചെയ്ത് കമന്റ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ശരിക്കും? ഇല്ലല്ല, സത്യം പറ. പൊക്കിയിട്ടുണ്ട്, 2-3 ആൾക്കാരെ പൊക്കിയിട്ടുണ്ട്. ഞാൻ ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് എന്താണെന്ന് അറിയോ? ഇപ്പൊ ഈ പച്ച തെറിയില്ല കമന്റ് ഉണ്ടല്ലോ, ഓർക്ക് ഞാൻ പിന്നെ മെസ്സേജ് ഇടും, ഇക്ക ഒന്ന് ചാറ്റിങ്ങിൽ വാവേന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു വീഡിയോ കോൾ ചെയ്യുന്നൊക്കെ പറഞ്ഞാണ്ട്. വീഡിയോ കോൾ ചെയ്താൽ പിന്നെ പൂര തെറി പറയാം. അങ്ങനെ പറഞ്ഞത്, കാരണം അത്രയും തെറി പറഞ്ഞോന് ഞാൻ അങ്ങനെ തെറി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയും റെക്കോർഡ് ചെയ്താണ്ട് ആണെങ്കിൽ വിട്ടട്ടോ എന്നൊക്കെ പറയും. അതിനൊന്നും പേടിയൊന്നുമില്ല. പക്ഷെ സെലിബ്രിറ്റി ആയി കുറച്ച് മാന്യനായിട്ടൊക്കെ പെരുമാറണം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഒരു സ്ഥലത്ത്? നമ്മള് പിന്നെ പബ്ലിക്കായിട്ടല്ലല്ലോ നമ്മള്. അതല്ല പറഞ്ഞ ഇപ്പൊ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചാൽ പ്രശ്നമാവും, ഇമേജ് പോവും, അങ്ങനെയൊന്നുമില്ല. എന്ത് ഇമേജാണ്? നമ്മൾ താഴെ തട്ടുന്ന് വന്നതാണ് പൊന്നുമാനെ, അല്ലാതെ നമ്മൾ മേലെ തട്ടുന്ന് വന്നൊന്നല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സീതയാണെങ്കിൽ സ്ട്രൈറ്റ് ആണെങ്കിൽ നമ്മളൊരു മനുഷ്യരൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഇങ്ങനെ കിത വളഞ്ഞുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കും ചെയ്യും.
ഒരു സംശയമല്ല ഇത്. എവിടുന്ന് ഹിന്ദിയൊക്കെ പഠിച്ച്? സൗദിയിലേന്നില്ലേ, ആ ആ അവിടുന്ന് ഇങ്ങനെ പഠിച്ചതാണ്. ഫുള്ള് പാകിസ്ഥാനികളായിരുന്നു, ഓക്കെ. ഓലൊപ്പായിരുന്നു, പച്ചാളപ്പം. കുറച്ച് അറബി ഹിന്ദി അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി എവിടെയൊക്കെ എത്തിപ്പെടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുങ്ങാണ്ട്. എന്തായാലും വീഡിയോസ് ആയിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോട്ടെ. ഒരു ഉദ്ഘാടനം ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അതിനുള്ള സമയം നമുക്ക് കാണണം. സമയപരിമിതി ഉണ്ട്, ഒരുപാട് സംസാരിക്കാൻ തോന്നുന്നുണ്ട്. ഇച്ചും ഇരുന്നപ്പോ അന്റെ ഇരുന്നപ്പോ ഒച്ച ഒന്നും പാടങ്ങട്ട് വർത്താനം പറഞ്ഞാണ്ട് ഇതാകണമെന്ന് ഞമ്മക്കും ഉണ്ട്. കുറച്ചും കൂടി സമയമുള്ള സമയത്ത് നമുക്ക് ഇരിക്കണം, ഞമ്മക്ക് ഫാമിലി ആയിട്ട് തന്നെ ഫാമിലി ആയിട്ട് ഇരിക്കണം, സംസാരിക്കണം. ഈ ആത്മാർത്ഥതയുണ്ടല്ലോ എന്തും പറയാനുള്ളത്, അത് കാണാനുണ്ട്. അത് ഫേക്ക് അല്ലാന്ന് മനസ്സിലാവുന്നുണ്ട്. അത് തുടർന്ന് പോട്ടെ. അതേ ഉള്ളൂ നമുക്ക്. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, നമ്മൾ ലെവലാണെന്നുണ്ടെങ്കിൽ ഒരാളെ ഒരു ഉറുപ്പ് എടുത്തിക്കണമെങ്കിൽ ഇപ്പുറത്തുനിന്ന് നമുക്ക് 100 ഉറുപ്പ്യ പോകും. അത് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ സ്ട്രെയിറ്റ് ആയാൽ മതി. വർത്താനം നോക്കണ്ട. വർത്താനത്തിന്മേലാണ് ആൾക്കാർക്ക് നമ്മളോട് കയറല്ലത്. ഈ വർത്താനം പറഞ്ഞാൽ എൻ്റെ നാട്ടിലാണെങ്കിലും എൻ്റെ പെരിയിലാണെങ്കിലും ഇങ്ങനെ തന്നെ ഞാൻ പറയല്. അല്ലാതെ അതിന് ഇത്ര വലിയ മാറ്റമോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വല്ല പെട്ട് കേസിന് പോയി പെടാതെ വെക്കുക. അതേപോലെ പിന്നെ ഒരാളത് കട്ടുകാണ്ട് കുഞ്ഞാ കട്ട് ഇതായിക്കണം കേട്ടോ, കള്ളെന്നില്ല പേര്, പെണ്ണുകൂടിയെന്നില്ല പേര്, അത് മാത്രം വരാതെന്നാൽ മതി. വേറെ എന്തൊലക്കം വന്നാലും പേടിച്ചണ്ട നമുക്ക്. അത്ര ഉള്ളൂ ഞാൻ പറയുന്നത്. അപ്പോൾ മൂവി വേൾഡ് മീഡിയയിലേക്ക് ഇനിയും സ്വാഗതം. നമുക്ക് കുറച്ചും കൂടി സമയമുള്ള ഒരു ദിവസം ഇരിക്കണം. എല്ലാ വീഡിയോസും ഗംഭീരമായിട്ട് പോട്ടെ. വേഗം നമ്മൾ പറഞ്ഞ പോലെ ബിഗ് ബോസിലൊക്കെ കയറി കുറച്ചുകൂടി വേറെ ലെവൽ സെലിബ്രേറ്റ് ആവട്ടെ. ഈ ആത്മാർത്ഥത എന്നും കയ്യിലുണ്ടാവട്ടെ. ഓക്കെ.